ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്, കുക്കർ ചിക്കൻ. അപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ട് ദം ചെയ്തിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. ഇതിൻ്റെ ഫ്ലേവർ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് ഞാനൊരു 1.5 കിലോ ലൈവുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം 1 കിലോൻ്റെ അടുത്തായിട്ട് വരും മീറ്റ്. അപ്പോൾ ഇതിനെ നല്ലവണ്ണം വാഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചിക്കൻ ആകുമ്പം തന്നെ ഉള്ളിലൊക്കെ നല്ലോണം വിരലിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ബ്ലാക്കൊക്കെ കൈകൊണ്ട് നമ്മൾ ശരിക്കും അതിങ്ങോട്ട് പറിച്ചെടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ഉൾഭാഗവും ഒക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനെ നല്ല ഡീപ്പായിട്ട് വരയിട്ട് കൊടുക്കുക. കുറച്ച് ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ നല്ല ഡീപ്പിൽ തന്നെ വരയിട്ട് കൊടുക്കണം, എങ്കിലും മസാല നല്ലവണ്ണം പിടിച്ച് കിട്ടുക. ഞാനിപ്പം ചെസ്റ്റ് ഭാഗവും ലെഗിൻ്റെ ഭാഗവും ഒക്കെ നല്ലവണ്ണം വരയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വരയിട്ട് റെഡിയാക്കി വെച്ചു. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വാഴയില വെച്ചിട്ടെന്ന് വെച്ചാൽ ഇത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുന്നത് കാരണം തന്നെ ഇതിൻ്റെ കളറ്, മുളകിൻ്റെ കളറ് വൈറ്റ് പ്ലേറ്റിൽ നല്ലവണ്ണം പിടിച്ചു പോകും. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള മുളകെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒരു 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്, ഇതിന് ശരിക്കും ഫ്ലേവർ കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. അപ്പോൾ കസൂരി മേത്തി കുറച്ച് നല്ലവണ്ണം തന്നെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ മിക്സ് ചെയ്യുന്നത്, വെള്ളം കൊണ്ടെല്ലാം മിക്സ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് ഇതിനെ നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. മുളക് കയ്യിൽ തട്ടിക്കാത്ത ആൾക്കാരാണെങ്കിൽ കൈകൊണ്ട് കുഴച്ചിട്ട് പുകച്ചിലെടുക്കാനാക്കരുത്, സ്പൂൺ കൊണ്ട് നല്ലവണ്ണം പേസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങ കൂടെ, ഒരു പുളിക്ക് വേണ്ടിയിട്ട് 1/2 മുറി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങയും പിഴിഞ്ഞ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഇതിൽ ചിക്കനിൽ പുരട്ടുന്നതിന് മുമ്പേ ഉപ്പ് നോക്കണം. കുറച്ച് ഉപ്പ് മുമ്പിലായിട്ട് വരണം, എന്ന് വെച്ചാൽ ചിക്കനിലും കൂടെ പിടിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കനിലൊന്ന് നല്ലവണ്ണം തേച്ചെടുക്കാം. അതിൻ്റെ വരൻ്റെ ഉള്ളിലും കാലിൻ്റെ മടക്കിലും ഒക്കെ ആയിട്ട് നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിക്കണം. ബാക്കിയുള്ള മസാലകൾ അതിൻ്റെ ഉൾവശം നല്ലവണ്ണം തേച്ച് കൊടുക്കുക. ആ ഒരു കട്ടിയായിട്ട് വീഴുന്നതൊക്കെ മസാല ഉള്ളിലേക്ക് തേച്ച് നല്ലവണ്ണം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുക്കാകുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം കിട്ടും. ഇപ്പം ഞാൻ നല്ലവണ്ണം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ കാല് രണ്ടും ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് അത് വേഴുന്ന സമയത്തേക്ക് അതിങ്ങനെ മലന്നതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ കാല് രണ്ടും കൂടെ കൂട്ടി ഒരു നൂല് കൊണ്ട് നല്ലവണ്ണം ഒന്ന് കെട്ടിയിടുക. അല്ലെങ്കിൽ ഇത് മലന്ന് പോയി കഴിയുമ്പോൾ അത് കുക്കറിലേക്ക് തട്ടും. അത് പിന്നെ നമുക്ക് എടുക്കുമ്പോഴും ആ ഒരു ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് കാല് നല്ലവണ്ണം കെട്ടിയതിന് ശേഷം അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം ഞാൻ അതിൻ്റെ ബാക്ക് വശത്തുനിന്ന് ഒരു വര ഇട്ടിട്ട് ആ കഴുത്തിൻ്റെ ആ ഒരു പീസ് അതിൻ്റെ ഹോളിലേക്ക് തന്നെ താഴ്ത്തി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് അത് നീളത്തിൽ വരുമ്പോൾ നമുക്ക് കുക്കറിനോട് തട്ടിയിട്ട് നിൽക്കും. അപ്പോൾ അതങ്ങോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിരിക്കും കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ കഴുത്ത് ഭാഗം ഞാൻ ആ കഴുത്തിൻ്റെ ആ ഹോളിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കാലൊക്കെ കെട്ടി മേക്കപ്പൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതന്നെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനൊരു കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം ഇതിൽ കുറച്ച് നല്ലവണ്ണം കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ടതിന് ശേഷം അതിൻ്റെ മേലയിൽ ഒരു വാഴയില വെച്ച് കൊടുക്കണം. വാഴയില വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം ഈ കുക്കറിന്. അപ്പോൾ ഇത് അടക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഈ കുക്കറിൻ്റെ മൂടിയുടെ കാസ്കറ്റും വെയിറ്റും എടുത്ത് മാറ്റണം. നമുക്കിത് രണ്ടും ആവശ്യമില്ല, ഇത് രണ്ടും എടുത്ത് മാറ്റാം. എന്നിട്ട് വേണം ഇത് അടച്ച് വെച്ചിട്ട് ഈ കുക്കർ ഒന്ന് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പ്രീ ഹീറ്റ് ചെയ്യുക.
5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കണം. ചിക്കൻ വെച്ച് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു വാഴയില കൂടെ 1 2 വാഴയില വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. 2 ഇലയൊക്കെ കുറച്ചൊന്ന് കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടാവും, അതിൻ്റെ ആ ഒരു വെള്ളം വരുന്നത് നമുക്ക് ആ ഇലയിൽ തന്നെ ആണെങ്കിൽ ശ്രദ്ധിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആ ഉപ്പിലേക്ക് മിക്സ് ആയിപ്പോവും. ഇനിയിപ്പോൾ ഇതിലേക്ക് പതുക്കെ ചിക്കൻ അങ്ങോട്ട് ഇറക്കി വെക്കാം. ചിക്കൻ വെക്കുമ്പോൾ കുക്കറിനോട് തട്ടരുത്. അതുകൊണ്ട് തന്നെ വാഴയില കുറച്ചൊന്ന് സൈഡിൽ കയറ്റി വെച്ച് കൊടുക്കുക. കുക്കറിലേക്ക് ചിക്കൻ തട്ടിയതാണെങ്കിൽ ആ ഭാഗം ഒട്ടിപ്പിടിച്ച് പോകും കുക്കറിൽ, പിന്നെ ആ ഭാഗം കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുക്കറിലേക്ക് തട്ടാത്ത വിധത്തിൽ വെച്ചിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ബാക്കിയുള്ള മസാലയൊക്കെ മേലയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. 3/4 മണിക്കൂർ കഴിഞ്ഞേ ഇതിനെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക, കരിഞ്ഞൊന്നും പോവില്ല. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നു. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്, കാണുമ്പം തന്നെ നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഇപ്പം മുറിച്ച് നോക്കിയപ്പോൾ നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് ശ്രദ്ധിച്ച് വേണം എടുത്ത് മാറ്റാൻ. ചൂടുള്ളത് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് എടുക്കാനും പറ്റില്ല. കുക്കറിൻ്റെ സൈഡിൽ കൈ തട്ടുന്നതും എല്ലാം ശ്രദ്ധിച്ച് വേണം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ. ഇനി നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു തവയിലിട്ട് ഒന്ന് അതിൻ്റെ മേലയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ജ്യൂസി ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ, കുബൂസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. മയോണൈസോ ഗാർലിക് പേസ്റ്റോ ഉണ്ടെങ്കിൽ ഈ ചിക്കനും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഓയിലൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. ഏതൊരാൾക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു ചിക്കൻ്റെയും കൂടെ ഫോട്ടോ ഇതിലിട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. നാടൻ ചിക്കൻ നിറച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൂടെ കാണാത്തവർ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം അതും കൂടെ ഒന്ന് മറക്കാതെ കാണണേ. അതും നല്ലൊരു റെസിപ്പി തന്നെയാണ്. അത് കുറച്ച് ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Thank you.